ഇതിലേക്ക് സ്മൃതി, ഓഗസ്റ്റ് 12-ാം തീയതിയാണ് സുപ്രീം കോടതി ഈ വയറിന്റെ പെറ്റീഷൻ പരിഗണിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത് അസം പോലീസിന്. അന്ന് ഈ ഭാരതീയ ന്യായ സംഹിതയിൽ 152 ഉപയോഗിച്ചുകൊണ്ട്, അതായത് നേരത്തെയുള്ള IPCയിലെ 124A അത് ഉപയോഗിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ വീണ്ടും വേട്ടയാടുന്നതിനെതിരെയാണ് ആ പെറ്റീഷൻ പോയിരിക്കുന്നത്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിയാണ് വിഷയം. ഉടൻ തന്നെ വീണ്ടും അടുത്ത സമൻസ് വരുന്നു കരൺ ഥാപ്പർക്ക്. കാരണമൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ സെഡീഷൻ 152-ാം വകുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാധ്യമവേട്ടയോ? ഉറപ്പായിട്ടും മാധ്യമവേട്ടയാണ്. നമുക്കറിയാം ദ വയർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പുറത്ത് ശക്തമായ ഇടപെടൽ നടത്തുന്ന ദ വയർ നേരത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഇസ്രയേൽ സോഫ്റ്റ്വെയർ പെഗസസ് ഇന്ത്യയിൽ ചിലർക്കെതിരെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചില മാധ്യമങ്ങളുമായി ചേർന്നാണ്, ഒറ്റയ്ക്കല്ല, ഒരു അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുന്നു. കേന്ദ്ര സർക്കാരിന് തലവേദനയാകുന്ന വാർത്തകൾ നൽകുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോടതിയിലേക്ക് പോകേണ്ടി വന്ന കേസ് എന്താണ്? ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ചില വീഴ്ചകൾ സർക്കാരിന് പറ്റിയിട്ടുണ്ട് എന്ന കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ ദ വയർ കണ്ടെത്തിയതാണോ? അത് ഇന്ത്യൻ പ്രതിരോധ അറ്റാഷെ നൽകിയ വിശദീകരണം, ആ വാർത്തയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണമാണ് അത് ആ വാർത്തയെ നൽകിയത്. അതിനാണ് കോടതി കയറ്റിയത്. എന്നിട്ട് കോടതി പറയുന്നു മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കണം, അതിൽ ഒന്നും ചെയ്യാനാകില്ല എന്ന് പറയുമ്പോൾ അസമിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു കേസ് വരുന്നത്. അതും എന്താണ് എന്ന് കാരണം പറയാതെ. അപ്പോൾ സിദ്ധാർത്ഥ് വരദരാജനെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ നമ്മൾ കണ്ടതാണ്. ദ വയറിനെതിരെ നേരത്തെയും ശ്രമങ്ങളുണ്ടായിട്ട് നേരത്തെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, നോട്ടീസ് നൽകാതെ പോർട്ടൽ ബ്ലോക്ക് ചെയ്തിരുന്നു. എന്നിട്ട് 12 മണിക്കൂറിന് ശേഷമാണ് അത് പുനഃസ്ഥാപിച്ചത്. അത് നമ്മൾ കണ്ട കാര്യമാണ്. പിന്നീട് എഡിറ്റർമാരുടെ വീടുകളിലേക്ക് റെയ്ഡ്, അതിലും സിദ്ധാർത്ഥ് വരദരാജനുണ്ട്. അതും ഒരു ഭരണപക്ഷത്തെ ഒരു സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ റെയ്ഡ് നടന്നത്. അന്ന് സിദ്ധാർത്ഥ് വരദരാജന്റെ വീട്ടിൽ MK വേണു, അതോടൊപ്പം സിദ്ധാർത്ഥ് ഭാട്ടിയ, പിന്നെ എന്താണ് ജാൻവി സെൻ, ഇവരുടെ വീടുകളിലാണ് തിരച്ചിൽ നടത്തിയത്. എന്നിട്ട് അവിടെ CCTV, ലാപ്ടോപ്പുകൾ, മൊബൈലുകൾ ഇതൊക്കെ പിടിച്ചെടുക്കുന്നു. ഇത്തരം കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു തരത്തിൽ കാണുന്നു. നമുക്കറിയാം കരൺ ഥാപ്പറിനെ നമുക്ക് എങ്ങനെയാണ് അറിയാം. കരൺ ഥാപ്പറിൻ്റെ വളരെ ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഇൻ്റർവ്യൂ പ്രോഗ്രാം നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. കരൺ ഥാപ്പറിന് ഇപ്പോൾ സ്വന്തമായി ഒരു ചാനലിലെ ജോലിയുണ്ടോ? കരൺ ഥാപ്പറിന് എവിടെയും ജോലി കിട്ടാതിരിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ദ വയറുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു, അദ്ദേഹം അഭിമുഖങ്ങൾ ചെയ്യുന്നു. പിന്നെ നമ്മൾ കരൺ ഥാപ്പറിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് നടത്തിയ അഭിമുഖമാണ്. നരേന്ദ്രമോദി വെള്ളം കുടിച്ച് ഇൻ്റർവ്യൂ പൂർത്തിയാക്കാതെ ഇറങ്ങിപ്പോകുന്നതാണ് കണ്ടത്. ഒരുപക്ഷേ നരേന്ദ്രമോദിക്ക് അതൊരു പാഠമായിരുന്നിരിക്കണം. അതിനുശേഷം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവും ആ രൂപത്തിൽ നൽകിയിട്ടില്ല, സ്ക്രിപ്റ്റഡ് ഇൻ്റർവ്യൂസ് അല്ലാതെ. അപ്പോൾ അങ്ങനെ ഒരു പാഠം നൽകിയ ആളാണ് കരൺ ഥാപ്പർ. അപ്പോൾ കരൺ ഥാപ്പറിന് ഒരു ജോലിയും എവിടെയും സ്ഥിരമായി ലഭിക്കാത്ത വിധത്തിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക വർഷങ്ങളായി. എത്ര കാലമായി മോദി പ്രധാനമന്ത്രിയായിട്ട്, എത്ര കാലമായി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട്? അപ്പോൾ കൃത്യമായും ഇവിടെ പ്രവർത്തിക്കേണ്ടതില്ല ചില മാധ്യമ പ്രവർത്തകർ എന്ന തീരുമാനമുണ്ട്. ആ തീരുമാനം അടിസ്ഥാനപ്പെടുത്തി പല രൂപത്തിലാണ് ഉപദ്രവിക്കുന്നത്. അടുത്തത് പരഞ്ജോയ് ഗുഹ തക്കൂർത്ത അല്ലേ, അദ്ദേഹത്തെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം അദാനിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് അല്ലേ, അദാനിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയതിനാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചത്. അതിനുശേഷം അദ്ദേഹവും ഒരുപാട് ഉപദ്രവിക്കപ്പെട്ട് ജോലിയില്ലാതെ നടക്കുകയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തെ എവിടെയാണ് കാണുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിലാണ്. ആ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും കാമ്പുള്ള പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ ചോദിച്ചത് പരഞ്ജോയ് ഗുഹയാണ്. അപ്പോൾ അദ്ദേഹം 70 വയസ്സുകാരാണ്, അദ്ദേഹത്തെ ഉപദ്രവിച്ചു. അങ്ങനെ ഉപദ്രവിക്കപ്പെട്ടവരുടെ എണ്ണം എത്രയുണ്ട്, ജീവൻ വെടിഞ്ഞവരുടെ എണ്ണം എത്രയുണ്ട് എന്നൊക്കെ നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ ഇത് കേന്ദ്രത്തിൻ്റെ ഒരു നിലപാടാണ്. അങ്ങനെ സംസാരിച്ചതിനും വാർത്തകൾ നൽകിയതിനുമൊക്കെ ഭരണവർഗത്തിൻ്റെ ഉപദ്രവം നേരിട്ട ഒരുപാട് പേരുണ്ട്. അടുത്ത ആളാണ് പ്രബീർ പുരകായസ്ഥയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന് 2 വർഷം മുമ്പല്ലേ ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് CPM പാർട്ടി ഓഫീസിൻ്റെ അടുത്തായിരുന്നു. യെച്ചൂരിക്ക് അതിന് നേരിൽ ഉപദ്രവം നേരിട്ടു. ഇതൊക്കെ നമ്മൾ അന്ന് വാർത്തയിൽ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഉപദ്രവിച്ച് 2 കൊല്ലമായി അദ്ദേഹം ജയിലിലാണ്. അപ്പോൾ പുരകായസ്ഥയുടെ വിഷയം, അദ്ദേഹത്തിൻ്റെ വയസ്സ് 70 കഴിഞ്ഞ പ്രായമാണ്. ഗൗരി ലങ്കേഷ് എന്നൊരു മാധ്യമപ്രവർത്തകർ ഓർക്കുന്നുണ്ടോ? കർണാടകയിൽ ഗൗരി ലങ്കേഷിനെ കൊല്ലുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പല രൂപത്തിൽ, പല വിധത്തിൽ സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് സർക്കാരിൻ്റെ ഭാഗമായി എടുക്കുന്ന ഇടപെടലുകൾ, ഇതൊക്കെ നമ്മൾ കാണുകയാണ്. ഇവർക്ക് ഈ രൂപത്തിലേ ഇതിനോട് പ്രവർത്തിക്കാനാണ്. നോക്കൂ, നമ്മൾ ഓരോ വർഷവും മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അല്ലേ. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇപ്പോൾ ഈ വർഷം 180 രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മൾ 152-ാം സ്ഥാനത്താണ്. ഓരോ വർഷവും നമ്മൾ ആ കാര്യത്തിൽ, സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് ആലോചിക്കണം. അപ്പോൾ ഏറ്റവും ഗതികെട്ട ഒരു അവസ്ഥയിലാണ്. ഇതെന്താണ്? ചോദ്യങ്ങളെ നേരിടാൻ കഴിയാത്ത, ചോദ്യങ്ങൾക്കുത്തരം പറയാൻ കഴിയാത്ത ദുർബലരായ ഭരണകൂടം. ആ ഭരണകൂടത്തിന് ഒരു തരത്തിലെ അധികാരം കാണിക്കാൻ, ഒരു തരത്തിലെ അവരുടെ ശക്തി കാണിക്കാൻ പറ്റുള്ളൂ അധികാര പ്രയോഗം കൊണ്ട്. ആ അധികാര പ്രയോഗമാണ് അസമിൽ നിന്ന് വന്നിരിക്കുന്നത്. ആരാണ് അസമിലെ മുഖ്യമന്ത്രി? യെസ്,
ഹിമന്ത ബിശ്വ ശർമ്മ. ഹിമന്ത ബിശ്വ ഇതിനു മുമ്പ് എന്തൊക്കെ പ്രവർത്തനങ്ങളിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്? വർഗീയമായ പരാമർശങ്ങൾ, വർഗീയമായ നിലപാടുകൾ, അല്ലെങ്കിൽ വർഗീയമായ പ്രവർത്തനങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നടപടികൾ, ഈ തരത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പോയതാണ്, കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയ നേതാവാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നു. അതെ, അതാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അപ്പോൾ അദ്ദേഹം അവിടേക്ക് പോയ ശേഷം BJP-ക്ക് വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഈ തരത്തിൽ കയറിട്ട് കെട്ടാൻ ശ്രമിക്കുമ്പോൾ ശക്തമായ പ്രതിരോധമുണ്ടാകും. ആ പ്രതിരോധം എല്ലാ കാലത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിച്ച ശരിയായ മാധ്യമ പ്രവർത്തനം ഉയർന്നു വരിക തന്നെ ചെയ്യും. നമ്മൾക്കറിയാം, ഗോദി മീഡിയ എന്നൊരു വലിയ മേഖലയാണ് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതിപക്ഷ സ്വരങ്ങൾ ഒന്നും കേൾപ്പിക്കാതെ ഭരണവർഗത്തിൻ്റെ PR പ്രവർത്തനം മാത്രമായി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. പക്ഷേ അപ്പോഴും ജനത്തിന് അത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ആ കള്ളം പുറത്തു കൊണ്ടുവന്ന ആ തെളിവുകൾ, അതിനോട് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ആ പ്രതികരണങ്ങളോട് ചേർത്ത് വേണം ഈ മാധ്യമങ്ങൾക്കെതിരായ ആക്രമണത്തിനെതിരായ പ്രതിരോധം കാണാൻ. അപ്പോൾ അതിലൊരു ഒരു വലിയ വേവ് ഉണ്ടാവും. ആ വേവിൽ ഇതെല്ലാം എന്താ പറയുക, ഇതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും. ഇതെല്ലാ കാലത്തേക്കും ഈ തരത്തിൽ പ്രവർത്തിക്കാനാകില്ല എന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിലുള്ളത്. പക്ഷേ മാധ്യമവേട്ട നടക്കുന്നുണ്ട്, ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ പല രൂപത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. റൈറ്റ്. Meet the editors.